രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മാവേലിക്കര സബ് ജയിലിൽ നിന്നാണ് പ്രതികളെ അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ കോടതി വിധി പറയും. അതിനു മുന്നോടിയായി പ്രതികളെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 31 പ്രതികളാണ് ഈ കേസിലുള്ളത്. 15 പേരാണ് വിചാരണ നേരിടുന്നത്. 12 പേർ നേരിട്ട് പങ്കെടുത്തു. ബാക്കിയുള്ളവർ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കാളികളാണ്. പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണുഗോപാലകൃഷ്ണൻ അല്പനിമിഷങ്ങൾക്ക് മുൻപ് ഈ സെഷൻസ് കോടതിയിലെ ജഡ്ജി VG ശ്രീദേവി കോടതിയിൽ എത്തിയിരുന്നു. ഈ കേസിലെ 15 പ്രതികൾ, കേസിലാകെ 31 പ്രതികളാണുള്ളത്. ഈ കേസിലെ 15 പ്രതികൾ, കേസിലാകെ 31 പ്രതികളാണുള്ളത്. ഈ കേസിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള 12 പ്രതികൾ, ഒപ്പം തന്നെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള 3 പ്രതികൾ, അങ്ങനെ 15 പ്രതികളെയാണ് നിലവിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്ത്, അതായത് കോടതിയിൽ ഇന്ന് മറ്റു പല കേസുകളുമുണ്ട്. ആ കേസിൻ്റെ കൂട്ടത്തിലായിരിക്കും ഈ കേസ് കൂടി, ഏറ്റവും പ്രധാനപ്പെട്ട കേസ് കൂടി പരിഗണിക്കുക. എന്തായിരിക്കും വിധി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിട്ടുണ്ട്. 6 മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ വിചാരണ പൂർത്തിയാക്കി. ഒപ്പം തന്നെ കുറ്റപത്രം സമർപ്പിച്ചത് 9 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി 6 മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ച കേസാണ്. കേസിൽ ഇനിയും 16 പ്രതികളുണ്ട്. അതായത് ഈ പ്രതികളെ സഹായിച്ചവർ, ഇവർക്ക് വാഹനം വാടകയ്ക്ക് നൽകിയവർ അടക്കമുള്ള നിരവധി 16 പ്രതികളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു കുറ്റപത്രമാണ്. അതിൻ്റെ വിചാരണ കൂടി ഇനി ആരംഭിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി ഉണ്ടാകും. ശരി, മനീഷ് മഹിപാലിലേക്ക് വരാം. കോടതി വിധി പറയുന്ന ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കേസിലെ വിധി പ്രസ്താവത്തിനാണ് കേരളം കാതോർക്കുന്നത്.